ഹലോ, ഞാനില്ലേ ചിമ്മുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോ ആയിട്ട് വന്നതാണേ. ഇതെന്താ അറിയോ, ഞങ്ങൾ ചിമ്മുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഈവനിങ് ഞാനും ലക്ഷ്മിയും കൂടെ ചിമ്മുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗോകുലം മോളിൽ വന്നിട്ട് ഒരു ഫ്രോക്ക് വാങ്ങിച്ചു. ലക്ഷ്മി ഒരു ഫ്രോക്ക് വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ എത്ര ഫ്രോക്കുകൾ വാങ്ങും, എന്തായാലും ഒരുപാട് ഡ്രസ്സ് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു നോക്കും എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി എന്തെങ്കിലും കൊടുക്കാമെന്ന് എൻ്റെ വക. ഒന്നാമത് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഞ്ഞു പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് ലക്ഷ്മീൻ്റെ വക അതും ഞാൻ പോക്കറ്റ് മണിയും കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗോവിന്ദപുരത്ത് എത്തി. ഇതാണ് ജസ് ചേച്ചീൻ്റെ വീട് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളെ വീടാണ്, ഗോവിന്ദപുരത്താണ്. ഇവിടെയാണ് ചിമ്മു, അപ്പു, മനോജേട്ടൻ, ജസ് ചേച്ചി, പിന്നെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ, വല്യച്ഛനും വല്യമ്മയും ഒക്കെ താമസിക്കുന്നത് ഈ വീട്ടിലാണ്. നിറച്ചും ചെടിയുണ്ട് ഈ വീട്ടിൽ. ഒരുപാട് കാലം എന്താ പറയുക, ഈ വീട് ഇപ്പോൾ എത്ര വർഷമായി ഉണ്ടാവും? അപ്പു എനിക്ക് തോന്നുന്നു LKG UKG എന്തോ പഠിക്കാൻ പറ്റി ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഇപ്പം വർക്ക് ചെയ്യാണ്. 27 വയസ്സ് ആയി. അപ്പം ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്, കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ജസ്റ്റിച്ചിൻ്റെ വീട്ടിൽ നിറച്ചു. മനോജേട്ടൻ ഒരുപാട് ചെടികൾ, ജസ്റ്റിച്ചും മനോജേട്ടനും കൂടെ ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ട്. അവർ മുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇരുട്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, ഈവനിങ് ആയിരുന്നല്ലോ. പിന്നെ അവിടെ ആരാ നിൽക്കുന്നത്, അത് രോഹിണിയും ഗോപും കൂടെ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് വീടുകൾ മുഴുവൻ, അതൊക്കെ ചിമ്മുവിന് കിട്ടിയ കുറേ ട്രോഫികളുണ്ട്. അവൾ ഭയങ്കര ഒരു കലാകാരിയാണെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അവൾക്ക് 16 വയസ്സാവുകയാണ്. അവളെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അത്യാവശ്യം മോശമില്ലാത്ത ആൾക്കാർ, ചാലപ്പുറം ഫുൾ ടീമുണ്ട്. പിന്നെ ചിമ്മുവിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ പിന്നെ അടുത്തുള്ള 1-2 നെയ്ബേഴ്സും ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിമ്മുവിൻ്റെ അച്ഛൻ്റെ അനിയൻ തൊട്ടടുത്താണ് വീട്. ഇത് മാളൂക്കെ മേക്കപ്പിലാണ്, ലക്ഷ്മി മേക്കപ്പിലാണ്. പിന്നെ ചിമ്മുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അപ്പുറത്തിങ്ങനെ കട്ടിലിരിക്കുന്നുണ്ട്. എനിക്കും അത് വല്യമ്മ കേട്ടോ, അറ്റത്ത് നിൽക്കുന്നതാണ് വല്യമ്മ, അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫ് വല്യമ്മ ആ വീട്ടിലാണ് നിൽക്കുന്നത്. ആ വല്യമ്മേൻ്റെ മകളാണ് ജസ് ചേച്ചി. അപ്പോൾ അങ്ങനെ ഇതാണ് ജസ് ചേച്ചീൻ്റെ വീട്. അപ്പോൾ മനോജേട്ടൻ അവിടെ ഫുള്ള് കട്ടിങ്ങിലാണ്. എന്താ പറയുക, മനോജേട്ടൻ്റെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ, നമുക്ക് എന്താ പറയുക, ഒരു ധൈര്യമാണ് മനോജേട്ടൻ. ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലും മനോജേട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. കാരണം എനിക്ക് പറയാറില്ല, അതായത് നമുക്ക് അത്രയ്ക്കും ഒരു പ്രൊട്ടക്ഷൻ ഉള്ള പോലെയാണ് മനോജേട്ടൻ ഉണ്ടെങ്കിൽ. പിന്നെ അതേമാതിരി എന്തെങ്കിലും ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പം അത് ഫുള്ള് അറേഞ്ച് ചെയ്യാനും ഫുഡ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, എല്ലാത്തിലും ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് മനോജേട്ടൻ. നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാനും എല്ലാം കൂടി എന്നെ ഒരു 2-3 വീഡിയോയിലെങ്കിലും വേണ്ടേ, ഞാൻ എന്തെങ്കിലും പണിയെടുത്തോ നിങ്ങൾ അറിയണ്ടേ. ഞാനും ഇങ്ങനെ നാരങ്ങേൻ്റെ ഓറഞ്ചിൻ്റെ ഇങ്ങനെ സുന്ദരിയാക്കി വെക്കാൻ പറഞ്ഞു മനോജേട്ടൻ. അപ്പം ഞങ്ങളിങ്ങനെ സുന്ദരിയാക്കി വെക്കുക. അപ്പം ഞാൻ ധ്യാനിനെ ക്യാമറ ഏൽപ്പിച്ചു. ധ്യാൻ എന്ന് പറയുന്നത് എൻ്റെ ചെറിയ മോൻ അധ്യായൻ. അവൻ കുറച്ച് എന്തൊക്കെയോ എടുത്തു. എങ്ങനെയൊക്കെ വൃത്തി ഉണ്ടോയെന്നൊന്നും ഞാൻ നോക്കിയില്ല, കുറേ ഉണ്ട് ഈ വീഡിയോൻ്റെ, കുറേ കാണാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ചിമ്മു എത്തിയിട്ടില്ല. ചിമ്മുവിന് ട്യൂഷൻ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. അവളിപ്പോൾ +1 പഠിക്കുകയാണ്. +1 ആണ് അവൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പറയുമ്പോൾ, ഞാൻ കുറേ കാലം ജസ്റ്റിച്ചിൻ്റെ കൂടെയായിരുന്നു. മനോജേട്ടൻ മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പം മനോജേട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ അധികം ഞാൻ ചെറിയ കുട്ടി മീൻസ് ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും ജസ്റ്റിച്ചും അപ്പു മാത്രം ഉണ്ടാവുക. മനോജേട്ടൻ ഇങ്ങനെ ഫുൾ ട്രാവലായിരിക്കും. കുറേ ഈ തമിഴ്നാട്, കർണാടക, ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റിൻ്റെ, തമിഴ്നാട്, കർണാടക, കേരളത്തിൻ്റെയും ഹെഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഏതാ കമ്പനി നെയിം ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ മനോജേട്ടൻ എപ്പോഴും ട്രിപ്പിലായിരിക്കും. അപ്പോൾ ഞാനും ജസ് ചേച്ചിയായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ജസ് ചേച്ചീൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനും ജസ് ചേച്ചിയും അപ്പൂൻ്റെ വികൃതിയൊക്കെ ഉണ്ട് കേട്ടോ പറയാൻ. ഒരുപാട് വികൃതിയുള്ള ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസത്തെ കഥ എന്നൊക്കെ പറയണ മാതിരി അപ്പൂന് അത്രയും വികൃതിയുള്ളൊരു ചെക്കനായിരുന്നു അപ്പു. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്ര പാപമായിട്ടൊരു ചെക്കനില്ല. ഞങ്ങൾ കല്യാണം നോക്കുന്നുണ്ട്. ഏത് പെൺകുട്ടിക്ക് വേണമെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് കൊണ്ടുപോകട്ടെ കല്യാണിക്കാൻ, അത്ര നല്ല മോനായി ഇപ്പം. അവൻ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂർ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ജസ്സേച്ചിൻ്റെ കൂടെ കുറേ നിന്നിട്ടുണ്ട് കേട്ടോ. ജസ്സേച്ചി അങ്ങനെ ഒരു മഹാഭാവമാണ്, ഭയങ്കര പാവമാണ് ജസ്സേച്ചി. അത്ര ഒരു എന്താ പറയുക, നമുക്ക് ഫ്രീ ആണ്. അപ്പം ഇനിയിപ്പോൾ ജസ്സേച്ചി എന്നല്ല, ഞാൻ ജസ്സേച്ചിൻ്റെ കൂടെയാണ് കുറേ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ജസ്സേച്ചിൻ്റെ കൂടെയാണ്. പിന്നെ ഞങ്ങളെ കുറേ കസിൻസ് ഉണ്ട്, മിൻ ചേച്ചിയുണ്ട്, സിൻ ചേച്ചിയുണ്ട്, ബെറ്റി ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവർക്ക് കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു ആയ പോലെ നിൽക്കുന്നു. പാവൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അവരൊക്കെ കുട്ടികളെ നോക്കി ഞാൻ ഇരിക്കുമായിരുന്നു. പാവം ഞാൻ ഇരിങ്ങളൊക്കെ ടൗണിലൊക്കെ പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ച് പോകുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ, അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു ആട്ടുകെട്ടിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗി. അവർ ഫുള്ള് മനോജേട്ടൻ എന്തൊക്കെയോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വീട് നിറച്ചും എന്താ പറയുക, ഒരുപാട് സാധനങ്ങളുണ്ട്, കുഞ്ഞി ഷോ പീസുകൾ നിറച്ചുണ്ട്. എൻ്റെ അച്ഛനാണ് കേട്ടോ അത്. അച്ഛൻ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മയൊന്നും എത്തിയില്ല, അച്ഛൻ വേഗം വന്നു തോന്നുന്നു. ഗോവിന്ദപുരത്തുനിന്ന് ചാലപ്പുറത്തേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു പുതിയ പാലമൊക്കെ നിങ്ങൾക്ക് അറിയോ, അതൊക്കെ ക്രോസ് ചെയ്തിട്ട് പണ്ട് മിഞ്ചേച്ചി സിംചേച്ചിയൊക്കെ ഗോവിന്ദപുരത്ത്, അച്ഛൻ്റെ വേറെ ഏട്ടൻ്റെ വീടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നിറച്ചൊരു കുടുംബക്കാർ ഏരിയയാണ് ഞങ്ങൾക്ക് ഗോവിന്ദപുരം എന്ന് പറയുന്നത്.
അങ്ങനെ അപ്പം ഞങ്ങൾ നടന്നിട്ട് സിംചേച്ചി മിൻചേച്ചിയൊക്കെ അച്യുതൻ ഗേൾസ് പഠിക്കുന്ന സമയത്ത് അവർ നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അപ്പം നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ ഒരു വലിയ നടന്നിട്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അന്നൊക്കെ എത്രയോ ദൂരമൊക്കെ നടന്നിട്ടല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാറില്ലേ. അങ്ങനെ അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, അപ്പോൾ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയോപ്പോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം. അച്ഛൻ്റെ അനിയത്തിയാണ്. അച്ഛൻ്റെ ഒരു എന്താ പറയുക 2 അനിയത്തിമാരിൽ ഏറ്റവും ചെറിയ അനിയത്തി. ഇത് വിജയേട്ടൻ അറിയാം, ചെറിയോപ്പോളെ ഹസ്ബൻഡാണ്, മാളൂട്ടീൻ്റെ അച്ഛൻ. പിന്നെ ഒരു ശങ്കറുണ്ട്, മാളൂവിൻ്റെ ഒരു ഏട്ടനുണ്ട്. അവരിവിടെ എല്ലാവരും UK ആണ് ഫാമിലിയായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ആരൊക്കെയോ വരാണ്ട്. എല്ലാവരും നിങ്ങൾ കുറേയൊക്കെ കണ്ടതാണ്. കണ്ട് ചാലപ്പുറത്തുള്ളവരെ കണ്ട് മടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. വേറെ ഒന്നും എനിക്ക് കാണിക്കാനില്ല കൂട്ടരെ. ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഇതെന്നെ ഭയങ്കര ഡിലേ ആയി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാളു വർക്ക് ചെയ്യാണ് കേട്ടോ. മാളുവിന് ഞങ്ങൾ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വരണം. അതാ ചിമ്മു യൂണിഫോമൊക്കെ ഇട്ട് പറന്ന് വന്ന് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചിമ്മുവിൻ്റെ കുറച്ച് നല്ല സുന്ദരി പെൺകുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മക്കളാണ് ഒക്കെ ഫ്രണ്ട്സ്. നല്ല രസം തോന്നി. എന്ത് രസമുള്ള കാലമല്ലേ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ. ഇത് ബാബുജി, ഞങ്ങളെ മിൻചേച്ചീൻ്റെ ഹസ്ബൻഡാണ്, ബാബുജിയാണ്. അത് മിൻചേച്ചി അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാട്ടോ. വേറെ അച്ഛൻ്റെ മൂത്ത ഏട്ടൻ്റെ മോളും ഹസ്ബൻഡുമാണ് വന്നത്. ഗോപുണ്ട്, മിൻചേച്ചീൻ്റെ 2 പെൺകുട്ടികളാണ്. ഇതൊക്കെ ചിമ്മുവിൻ്റെ ഫ്രണ്ട്സാട്ടോ. അവരൊക്കെ നല്ല മക്കൾ, ഒക്കെ സിൽവർ ഹിൽസിലും അവളെ കൂടെ പഠിക്കുന്ന സുന്ദരി കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, പണ്ടൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് ഞങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കൂട്ടുകുടുംബമായതുകൊണ്ട് ഞങ്ങൾ തന്നെ സദ്യ ഇട്ട് ഉണ്ണാൻ മാത്രം ഒരുപാട് ആൾക്കാരുണ്ട്. ഇടനാഴികയിൽ ഇലയിട്ട് സദ്യ ഉണ്ണുന്ന ഒരു കാലം നിങ്ങൾക്ക് ഭ്രാന്താവും ഇനിയും കേട്ടാൽ, അത് ഞാൻ പറയുന്നില്ല. വീണ്ടും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. അവിടെ ആരാ ഇരിക്കുന്നത്? ഇത് ജസ് ചേച്ചീൻ്റെ മനോജേട്ടൻ എന്ന് പറഞ്ഞില്ലേ, മനോജേട്ടൻ്റെ അനിയൻ്റെ വൈഫാട്ടോ. ജസ് ചേച്ചി ടീച്ചറാണ്. പിന്നെ ഇത് ഹരി, അതായത് മനോജേട്ടൻ്റെ അനിയൻ്റെ മകനാണ്. അവനിപ്പം പഠിക്കുകയാണ്. പിന്നെ ആരൊക്കെയാണ് വന്നത്? അത് വിജയേട്ടനാണ്. അപ്പുറത്ത് ആരായിരിക്കുന്നത്? രാജേട്ടനാണോ? അല്ല, അതാണ് മോനേട്ടൻ, അതായത് മനോജേട്ടൻ്റെ അനിയനാണ്. അതിൻ്റെ അടുത്ത് സിംചേച്ചിൻ്റെ ഹസ്ബൻഡാണ്, മുരളിയേട്ടനാണ് ഇരിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അത് ധ്യാൻ, അതാണ് സിംചേച്ചി, അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാണ്, സിംചേച്ചിയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും വളരെ മനോഹരമായി അഭിനയിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെയൊന്നല്ല, എല്ലാവരും കറ എന്ന് വർത്താനം പറയുന്ന ആൾക്കാരാണ്. ഇത് പിന്നെ എന്താണ്, അത് ഗോപു മിൻചേച്ചിൻ്റെ മോളാണ്. ഇത് രോഹിണിനൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ്റെ ഓപ്പോളില്ല, ഇതിൻ്റെ തടിച്ച ഓപ്പോളം കണ്ടില്ലേ, ഓപ്പോളം മകൻ്റെ വൈഫാട്ടോ. ഇത് മിൻചേച്ചിൻ്റെ മോളാണ്, ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടത്. ഇത് ഞങ്ങളുടെ നെയ്ബറാണ്, യെല്ലോ ചുരിദാറിട്ട്, അവരുടെ മകനാണ് അത്. പിന്നെ ആരാ, ഗോപു എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ ചാലപ്പുറത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കര സുന്ദരികളാണേ, കാണാൻ കണ്ടു വെക്കരുതേ പ്ലീസ്. ഇത് രജീഷ്, അറിയാലോ, അച്ഛൻ്റെ അനിയത്തിൻ്റെ മോനാണ്, അഡ്വക്കേറ്റാണ്. അത് അബി, ഞങ്ങൾ മനോജേട്ടൻ്റെ കസിനാണ്, മനോജേട്ടൻ്റെ കുടുംബമാണ്. പിന്നെന്താ, എല്ലാവരും ഇങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു. അത് നമ്മളെ ബെറ്റി ചേച്ചീൻ്റെ ചെറിയ പുത്രിയാണത്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ മോളാണത്. പിന്നെ ആരത് അമ്മേനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയാണത്. പിന്നെ ആരാ, ജയ. പിന്നെ അവിടെ ഒരു അപ്പുറത്തെ വീട്ടിലത്തെ നെയ്ബർ കുട്ടി രജീഷ്. ഞങ്ങളിങ്ങനെ ഊഞ്ഞാലാടുന്നു. കുട്ടികളൊക്കെ അവിടെ വന്ന് നിൽക്കും. ആദ്യം മുഖം പൊത്തി തുടങ്ങിയാണ്, വീഡിയോ എടുക്കണതേ ഇഷ്ടമല്ല. പിന്നെ ആരാ, അത് ബാബുജി, മോനേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെന്താ ഞാൻ പറയാൻ പോയതെന്ന് അറിയോ, കുട്ടികൾക്കൊക്കെ ഗോവിന്ദപുരത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. മനോജേട്ടൻ അതൊരു ബുദ്ധിമുട്ടേ അല്ല കേട്ടോ. അവിടെ ഞാൻ എന്നിട്ട് എപ്പോഴും പറയും, നിങ്ങൾ സമ്മർ ക്യാമ്പ് തുടങ്ങിക്കോന്ന്. ഞങ്ങളെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ ഒരു 10-12 മക്കളുണ്ടാവും. എല്ലാവരും മക്കളൊക്കെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇവരൊക്കെ സ്കൂൾ പൂട്ടിയ അപ്പം പോയി, ഞങ്ങൾക്ക് ഗോവിന്ദപുരത്ത് പോകണം. മനോജേട്ടൻ ആകുമ്പോൾ നമുക്ക് ധൈര്യമാണ്, കറക്റ്റ് ഫുഡ് കഴിക്കാൻ വരും, എല്ലാം അവർ കറക്റ്റ് ചെയ്യും. മനോജേട്ടൻ എല്ലാ കുട്ടികളെ കളിക്ക് കൂടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, സേഫായിട്ട് നമുക്ക് പറഞ്ഞേക്കാൻ പറ്റും. ബുദ്ധിമുട്ട് അങ്ങനത്തെ ടെൻഷനേ വേണ്ട. വല്യമ്മ, പിന്നെ അവിടെ വല്യമ്മ ഉണ്ട്. വല്യമ്മ പറയും, നിങ്ങൾ ഫുഡിൻ്റെ കാര്യമൊന്നും ടെൻഷൻ ആവേ വേണ്ട, ഞാൻ വെച്ച് വിളമ്പി കൊടുക്കും. അങ്ങനെ ഒരു ഇത് നമുക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. മനോജേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്. ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ മനോജേട്ടൻ, ഇത് നമ്മളെ കല്ലുകുട്ടിയാണേ അത്. പിന്നെ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു 2-3 ദിവസം അവിടെ തന്നെയായിരുന്നു കേട്ടോ കുട്ടികൾ. ന്യൂ ഇയറിന് അന്നൊക്കെ അവിടെ തന്നെയായിരുന്നു കുട്ടികൾ. കല്ലു നല്ല സുന്ദരിയായിട്ട് വേഷം കെട്ടി. അപ്പോൾ ഞങ്ങൾ ഗോകുലം മോളിൽ പോയിട്ട് ഇതിനെന്തോ വെള്ള കുപ്പായം ഇട്ടുന്നതുകൊണ്ട് വെള്ള കമ്മലും പിന്നെ ഹെയർ ബോ ഒക്കെ വേണം പറഞ്ഞിട്ട് അത് തിരഞ്ഞ് കുറച്ച് സമയം പോയി. ഞങ്ങൾ ലക്ഷ്മി നല്ലൊരു ഫ്രോക്കാട്ടോ വാങ്ങിച്ചേ. ചിമ്മുവിന് നല്ല ഭംഗിയുണ്ടാവും ഇട്ടിട്ട്. അതിട്ടിട്ടാണ് ചിമ്മു കേക്ക് കട്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ ഒക്കെ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രോക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ എന്തായാലും പോക്കറ്റ് മണി കൊടുക്കാം. അവൾ ആ ഒരു ഏജിൽ അവൾക്ക് ടൂറൊക്കെ പോകാനുണ്ട്, ട്രിപ്പ് പോകുന്നുണ്ട്. അയ്യോ, ഇത് ഞങ്ങളെ എടത്തിയമ്മയാണ് കേട്ടോ, മൂത്ത എടത്തിയമ്മ ബെറ്റി ചേച്ചി, അച്ഛൻ്റെ മൂത്ത ഏട്ടൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയാണ്. ബെറ്റി ചേച്ചി ഭയങ്കര ജോളിയാണ്. ഞങ്ങളെ വീട്ടിൽ വന്നതും പോയതുമായ എല്ലാവരും ദൈവം സഹായിച്ചിട്ട് ഇതുവരെ അടിപൊളിയാട്ടോ. എല്ലാത്തിലും കൂടുന്ന ആൾക്കാരാണ്. ഇനിയും കുറേ വരാനുണ്ട്, ഞാൻ എന്താ കഥ അറിയില്ല. ഇത് രമേശ് ഏട്ടൻ്റെ വൈഫ്, ഞാൻ പറഞ്ഞു വലിയോപ്പോളില്ലേ, തടിച്ചോപ്പോളെ മൂത്ത മകൻ്റെ വൈഫാണ്. മഹേശ്വരിക്ക് ഒരു നല്ല, നമ്മളെ എല്ലാത്തിലും ഇപ്പോൾ വന്ന് കയറിയ പെണ്ണുങ്ങളൊക്കെ നമ്മളെ കൂടുന്ന കുട്ടികളാട്ടോ. ഒക്കെ ഒരേ ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കളിക്കും കൂടും.
അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയ ഞങ്ങളും നല്ലതല്ലേ കൂട്ടരെ, ഞാനൊക്കെ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലേ? ഇറങ്ങിപ്പോയ ഞങ്ങളും നല്ലതാണ്. അന്ന് കയറിയ ചെക്കന്മാർ ദൈവം സഹിച്ചിട്ട് ഇതുവരെ. ഇനി അപ്പും മാളും ഒക്കെ കൊണ്ടുവരാണ്ട് എന്താ കഥ എന്നറിയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ കൂട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ കുറച്ചെങ്കിലും കാണണ്ടേ കൂട്ടരെ, അതുകൊണ്ട് ഞാൻ ഒരു സെൽഫി വീഡിയോ എടുത്തു. ഞാൻ മിഞ്ചേച്ചി, സിംചേച്ചി, ലക്ഷ്മി, അങ്ങനെ ഞങ്ങൾ അച്ഛമ്മയും അച്ഛനും 5 മക്കൾ. ആ 5 മക്കളിൽ 10 കുട്ടികളാണ്, 5 ആണും 5 പെണ്ണും. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ചെറിയപ്പൊക്കും മാളും ഉണ്ടായത്. അപ്പം 6 പെണ്ണും 5 പെണ്ണും ഇങ്ങനെയാണ്. ഇതിപ്പോൾ മാളു മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജനറേഷനിൽ കല്യാണം കഴിയാനുള്ളത്. ബാക്കിയെല്ലാം കല്യാണം കഴിഞ്ഞ് പെറ്റുപെരുകി അങ്ങനെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് പെറ്റുപെരുകിയിലുള്ള മൂത്തതാണ് അപ്പൂൻ്റെ കല്യാണം ഞങ്ങൾ നോക്കും അടുത്ത കൊല്ലം. ഇത് അപ്പൂൻ്റെ അനിയത്തി ചിമ്മുവാണ്, നമ്മളെ ബർത്ത്ഡേ ഗേളാണ്. അവൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് ജ്യോതി ബാംഗ്ലൂർ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ജ്യോതിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ചാലപ്പുറത്ത് നോക്കും ഭയങ്കര മിസ്സായി. അവളിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ദുഷ്ടന്മാരെ ഏത് നേരത്താണ് ഇങ്ങനെ തുടങ്ങിയതെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാ ഭാഗവും എല്ലാവരും വന്നതും എല്ലാം ഞങ്ങളിങ്ങനെ കാണിച്ചിട്ട് അവൾ ഫുള്ള് സങ്കടത്തിലാണ്. അപ്പോൾ അങ്ങനെ മിഞ്ചേച്ചി, സിംചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ പൊതുവേ നിങ്ങൾ ചാലപ്പുറത്തെ ഫംഗ്ഷനാണ് അധികം കണ്ടിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഗോയിനോരത്ത് ആണ് ചിമ്മുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ ഓരോ കാരണം പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ പോലെ ചാലപ്പുറത്ത് കൂടാൻ എന്തെങ്കിലും ഒരു കാരണങ്ങൾ, അതിനാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ചിമ്മു എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, പൊതുവേ പെൺകുട്ടികൾക്കാണല്ലോ ഇത്തരത്തിലുള്ള മാഞ്ഞാലങ്ങളൊക്കെ ഇഷ്ടം. ബർത്ത്ഡേ ഫംഗ്ഷൻ, സെലിബ്രേഷൻ, പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളമാതിരി എന്തൊക്കെയോ സ്റ്റൈലിൽ ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവം. ആൺകുട്ടികൾക്ക് പൊതുവേ കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും മെച്ചുവേർഡ് ആവും. അതിനോടൊക്കെ പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും മോശം എന്നൊക്കെയാണ് ആദ്യം പറയാം. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവനൊക്കെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇതൊക്കെ ചിമ്മുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാട്ടോ, ജേസേച്ചിൻ്റെ ഫ്രണ്ട്സുമാണ്. അപ്പോൾ ഇവരൊക്കെ ഗ്രൂപ്പ് ഡാൻസ്, ഞങ്ങളെ വിനീത് മാഷ് ഉണ്ടല്ലോ, നിങ്ങളറിയില്ലേ, സാറിൻ്റെ ഗ്രൂപ്പ് ഡാൻസിലെ പ്രഗത്ഭരായ കുട്ടികളുടെ അമ്മമാരാണതൊക്കെ. ഇത് ആദീൻ്റെ കൂടെ ഞാൻ മെനക്കെട്ടൊരു ഫോട്ടോ എടുത്താണ്. ആദിക്ക് ഇഷ്ടേ അല്ല. അമ്മ പറഞ്ഞു എനിക്ക് മോൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൈയും കാലും പിടിച്ച് അമ്മ വീഡിയോ ഇടരുത്. എന്നാലും എനിക്കൊരു മൂത്ത പുത്രനുള്ളത് നിങ്ങൾ അറിയണ്ടേ, ഇതാണ് എൻ്റെ പുത്രൻ, എന്നെക്കാളും നീളം വെച്ച് മീശയൊക്കെ വന്നൊരു പുരുഷനായിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ കുട്ടി എന്ന് പറയാൻ പാടില്ല അത്ര, ഞാൻ ടീന്ന് വിളിക്കണം പോലും. ഒന്ന് ആദ്യം നോക്കണേ ഒന്നും പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര ഇൻസൾട്ടാ അത്ര. ഇത് സിംചേച്ചിൻ്റെ മോനാട്ടോ ദർശ്. പിന്നെ ആരാ, പിന്നെ കുട്ടികളെല്ലാവരും എന്നോ ഞങ്ങളവിടെ ഫുൾ ഓഫ് കുട്ടികളായി. ഇത് നമ്മളെ രജീഷിൻ്റെ മൂത്ത മകനാണത്, സച്ചുവാണ്. എല്ലാവരും ഇത് അങ്ങനെയൊക്കെയാണ് അവിടെ ഫുൾ ഓഫ് ബഹളം. രസമാണ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്തോ ഒരു രസമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവില്ലേ ഇതൊക്കെ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ജീവിതത്തിൽ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഓർത്ത് ഇതിനെ പറ്റിയുള്ള കുറേ കമൻസൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു രസമാണ്. അപ്പോൾ എനിക്ക് കുറേ ഓർമ്മകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓർമ്മകളൊക്കെ ഉണ്ടാവുന്നത്? പണ്ട് ഞങ്ങൾ ഒരുപാട് ഇങ്ങനത്തെയൊക്കെ എല്ലാവരും കൂടെ കൂടി പിറന്നാൾ ആഘോഷിച്ചതും തിരുവാതിര ആഘോഷിച്ചതും വിഷു ആഘോഷിച്ചതും ഓണം ആഘോഷിച്ചതൊക്കെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടാണ് അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല സുന്ദരമായ ഓർമ്മകളായിട്ട് മനസ്സിൽ നിൽക്കുന്നതും എനിക്ക് വാദോരാതെ നിങ്ങളോട് പറയാനുള്ള റീസൺ മീൻസ് ഈ കാരണങ്ങളും ഉണ്ടാവണത്. അപ്പോൾ അതേപോലെ ഇങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടാവണം നമ്മളെ വീട്ടിൽ. എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ, അതായത് ഒരുപാട് പൈസ ചിലവാക്കി സെലിബ്രേഷൻ ചെയ്യണമെന്ന് ഞാൻ പറയല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ വെക്കുന്ന കുറച്ച് ചോറും കൂട്ടാനൊക്കെ മതി, ഭക്ഷണത്തിനല്ല പ്രാധാന്യം. എല്ലാവരും കൂടെ ഒത്തൊരുമയിൽ കൂടുമ്പം എന്താ അവിടെ ഉണ്ടാവണമെന്നറിയോ, നമ്മളെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബന്ധമുണ്ട്, ഒരു ആഴം ഉണ്ടാവില്ലേ, അത് കൂടും. കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കണക്ഷൻസ് ഇപ്പോൾ അതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ, അല്ലേ? ഇതാരാ എന്താ ഏതാണെന്നൊന്നും കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു അറ്റാച്ച്മെൻറ്റും എന്താ പറയുക എന്തൊക്കെയോ നമ്മൾ ഷെയറിങ്ങും നമ്മളതാണ് ഇവരൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു കൂട്ടിപ്പിടിക്കാനുള്ളൊരു ഇഷ്ടം ഇവർക്ക് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എൻ്റെയൊക്കെ അനുഭവത്തിൽ കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവരും വേണം, അങ്ങനെ ഉണ്ടാവില്ലേ, ഒറ്റയ്ക്ക് എന്നുള്ളതില്ല, എല്ലാവരും കൂടെ. അതാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. അതുതന്നെയാണ് എൻ്റെ ബാക്കിയുള്ള ഞാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷൻ വെക്കുന്നതും കൂടുന്നതും. അപ്പോൾ ഇതുപോലെ ഇനി വരുന്നൊരു ജനറേഷനും അതേ രീതിയിലാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ ഞാൻ പറയുമ്പം നിങ്ങളൊക്കെ അങ്ങനെ കൂട്ടിപ്പിടിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഗെറ്റ് ടുഗെദർ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടുമ്പോഴാണ് നമ്മളെ ബന്ധങ്ങളിൽ ഇത്രയും ആളുകളുണ്ടായിരുന്നു, ഇങ്ങനെ ബ്ലഡ് റിലേഷനുള്ള ആളുകളുണ്ട്, ഇത്രയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. അങ്ങനെ കുട്ടികളൊക്കെ വന്നു. അത് രാജുവേട്ടൻ അതാ തടിക്ക് കൈവച്ച് നിൽക്കുന്നു. അപ്പുറത്ത് മുരളി സംസാരിക്കുന്നത് രാജേട്ടനാണ് കേട്ടോ, അച്ഛൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ്. അപ്പുറത്ത് മനോജേട്ടൻ അനിയനാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പിന്നെ ചിമ്മുവിൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നു, എല്ലാ കുട്ടികളും വന്നു, അവരുടെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അത് ദേവൂട്ടിയാണ് കേട്ടോ, മഹേശ്വരീൻ്റെ മോളാണ്. അങ്ങനെ ദേവൂട്ടിക്ക് ഇതേമാതിരി നല്ലോണം മുടിയുണ്ട്, നല്ല മുടിയുള്ള മോളാട്ടോ ദേവൂട്ടി. അതിപ്പം തോളറ്റം വെട്ടി,
പക്ഷേ ഇപ്പം വെട്ടിക്കോട്ടെ, ഇപ്പോഴത്തെ ഈ ഒരു ഏജിൽ ഒരുപാട് മുടിയൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും വെട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പറയേണ്ടത് വിചാരിച്ചിട്ട് കുറേ കഥ ഉണ്ടാക്കുക. അങ്ങനെ ചിമ്മുവിൻ്റെ 16-ാം വയസ്സ് ഞങ്ങൾ വളരെ മനോഹരമായി ആർഭാടമായി ആഘോഷിക്കുകയാണ്. ഇതാരും ഈ കുട്ടിയിലെ ഈ മോളില്ലേ ക്യാമറ പിടിച്ച് നിൽക്കുന്ന മോള്, ഇത് നമ്മൾ പ്രസിയേട്ടൻ്റെ മോളാട്ടോ. പ്രസിയേട്ടനെ നിങ്ങൾക്ക് മാങ്കാവ്, കോഴിക്കോട് മാങ്കാവ്, ചാലപ്പുറം ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അമൃത സ്റ്റുഡിയോയിലെ ഭയങ്കര അടിപൊളി ഫോട്ടോഗ്രാഫറാണ് പ്രസിയേട്ടൻ്റെ മകളാണ്. അവളും നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. നല്ല ഫോട്ടോസൊക്കെ കണ്ടു, ചിമ്മുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ മോക്ക് ഇനിയും ഒരുപാട് ഫോട്ടോഗ്രാഫിയിൽ മികച്ച എന്താ പറയുക നേട്ടം കൈവരിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ മോഡലായിട്ട് തലങ്ങും വിലങ്ങും നിൽക്കാം, ഏത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുറേ തലകൾ വന്നു. എല്ലാ തലകളും എല്ലാവരും ഉണ്ട്, എല്ലാ കുട്ടികളൊക്കെ വന്നു. നമ്മൾ കേക്ക് കട്ട് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അത് രജീഷ് അബി, ഞാൻ പറഞ്ഞു നേരത്തെ മനോജേട്ടൻ്റെ കസിനാണ്. പിന്നെന്താ മോനേട്ടനുണ്ട് അവിടെ, മോനേട്ടൻ ബെറ്റി ചേച്ചിൻ്റെ ഹസ്ബൻഡ്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ, എല്ലാവരും ഉണ്ട്. നിങ്ങൾ കുറേ ആൾക്കാരെ കണ്ട് മടുക്കും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, സിത്തൂനൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, ഇത്ര വീഡിയോ കാണാറുണ്ട്, ജി ചേച്ചി, അബി, ഇവരൊക്കെ പറഞ്ഞു നിങ്ങളെ ശാലുവിൽ വീഡിയോയിൽ കണ്ട് പരിചയം. അത് എനിക്ക് കേൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ വന്നു. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു. എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞ് എൻ്റെ മേലേക്ക് മാത്രമല്ല എൻ്റെ പിന്നിലുള്ള ആൾക്കാർ, മീൻസ് എൻ്റെ കൂടെ നടന്ന ആൾക്കാരെയും ഭയങ്കര സന്തോഷത്തോടു കൂടി സ്നേഹിച്ച ആൾക്കാർ വരിക എന്ന് കാണുമ്പം അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമില്ലേ. ഞാനതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നെ മാത്രം എല്ലാവരും നോക്കിയിരിക്കണം എന്നൊന്നും ഞാൻ ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ കുട്ടികളാണ് എൻ്റെ ജീവനാണ് സത്യം. എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാർ തിരിച്ചറിഞ്ഞ് വരിക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊക്കെ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ ഡാൻസ് ചെയ്തോളൂ. എനിക്കതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഓരോരുത്തരുടെ കഴിവ് കാണിക്കുന്നതൊക്കെ കാണാൻ. അയ്യോ ഞാനിങ്ങോട്ട് തിരിച്ചു വരട്ടെ, ഞാനിങ്ങോട്ട് പോയി. അപ്പം ഞങ്ങളിങ്ങനെ മനോജേട്ടൻ മൈക്കിലൂടെ ഇങ്ങനെ പറയണം. അപ്പം ചിമ്മുനൊരു സർപ്രൈസ് കൊടുക്കുക കേട്ടോ. എന്താ സർപ്രൈസ് എന്നല്ലേ, സർപ്രൈസ് കണ്ടതും ഞാൻ എൻ്റെ ഫോൺ താത്തിയിട്ട് ഞാൻ നോക്കി നിന്നു. ചിമ്മുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാറ് അവിടെ വന്നു. അതായത് സിൽവർ ഹിൽസിൽ ചിമ്മുവിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു സാറ് സർപ്രൈസായിട്ട് ചിമ്മുന് ഭയങ്കര സർപ്രൈസായ സാറ് വന്നു. അത് സിൽവർ ഹിൽസ് പഠിപ്പിക്കുന്ന സാർ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തല്ല, അത് ആരോ എടുത്ത. കാരണം ഞാനിതെന്താ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് മാറി ഞാനിങ്ങനെ സാറിനെ തന്നെ നോക്കി, ഇത് ആരപ്പം നോക്കി നിന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാറാണ്. എനിക്ക് പരിചയമില്ല കേട്ടോ, എനിക്കറിയില്ല, ഞാൻ CMIയിലല്ലേ. അല്ല, എനിക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാറാണെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി ആ സാറിനെ നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളെ പാരൻസും സാറിന് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സംസാരിച്ച് ഭയങ്കര നമ്മൾ പറയുന്ന റെസ്പെക്റ്റും സ്നേഹവും തുളുമ്പുന്ന കണ്ണുകളിലൂടെ വാക്കുകളിലൂടെയും സാറിൻ്റെ അടുത്ത് സംസാരിക്കണം ഞാൻ കണ്ടു. അപ്പോൾ ആ സാറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. നിറച്ചും ക്യാമറ കണ്ണുകളുണ്ട് അവിടെ, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എല്ലാവരും ഇത് തലഞ്ഞും വിലങ്ങും ഫോട്ടോ എടുക്കുന്നു. ചിമ്മു, ജസ് ചേച്ചി, മനോജേട്ടൻ, അപ്പു. എവിടെ ചിമ്മുൻ്റെ ഏട്ടൻ അപ്പു. ഞാൻ എന്നിട്ട് അപ്പുവിനോട് പറഞ്ഞു, അപ്പു ഒരുപാട് നല്ല സുന്ദരികളായ പൊതുവെ പറയില്ലേ പെങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ പെങ്ങളെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പം ആങ്ങളമാർക്കൊരു രസം. നമ്മൾ കുറേ ഈ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടില്ലേ, പിന്നെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ കൊണ്ടുപോകുമ്പം കുറേ വിട്ടിരുന്നിട്ട് ഭയങ്കര ഗൗരവത്തിൽ, പെങ്ങളെ ഫ്രണ്ടിനെ ആകുമ്പം ഭയങ്കര ഒരു ലോലാപ്പികളായി നിൽക്കുന്നു. അപ്പോൾ ഞാൻ അപ്പുവിനോട് അപ്പു വേണമെങ്കിൽ സെലക്ട് ചെയ്യുന്നു, നല്ല പെൺകുട്ടികളുണ്ട്. അപ്പോൾ അപ്പുവും ചിമ്മു തന്നെ എനിക്ക് തോന്നുന്നു 10-18 വയസ്സിനെങ്ങാനും വ്യത്യാസമുണ്ട്. അപ്പോൾ അപ്പു പറയാം, ഞാൻ എന്തിന് ഈ ചിമ്മുവിൻ്റെ പ്രായമുള്ള ലൈറ്റിങ്ങളൊക്കെ എനിക്ക് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയൊക്കെ ചിരിച്ചു അപ്പുവിന് പാവം യോഗമില്ല. ഒരു പെങ്ങളെ നല്ല ഭംഗിയുള്ള ഫ്രണ്ട്സ് വന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. ആദ്യം ചെയ്യാനൊക്കെ ഒന്നും അധികം ആയിട്ടില്ല തോന്നുന്നു, വലിയ ചേച്ചിമാരല്ല, എനിക്കറിയില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ കാണുമ്പോൾ എന്താണ് ഇത് സഞ്ജു കേട്ടോ. ആദ്യം സഞ്ജു ഭയങ്കര ഫ്രണ്ട്സാണ്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണത്. അവരാണ് ഭയങ്കര ഫ്രണ്ട്സ്, അതായത് ഒരേ ഏജ് ആയതുകൊണ്ടുള്ള ഒരു അടുപ്പം. പിന്നെ അമ്മേൻ്റെ ഏട്ടൻ്റെ മോൻ ഷാരോൺ, ഇവരൊക്കെയാണ് ഭയങ്കര കൂട്ട്. പിന്നെ എല്ലാവരും പിന്നെ ഇവർ കളിക്കാൻ തുടങ്ങി ഇവർ സൈക്കിളൊക്കെ എടുത്തിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കൂടെ സൈക്കിളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവും. മനോജേട്ട വരെ ഇവർ എരവത്തുകുന്നൊക്കെ കേട്ടില്ലേ, അവിടേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ടാണ് കുട്ടിയൊക്കെ അവിടെ നിൽക്കാൻ ഇഷ്ടം. ഇത് നമ്മൾ അഡ്വക്കേറ്റാണ് രജീഷിന് കേക്ക് കൊടുക്കുന്നു. പിന്നെ അവിടെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ കേക്ക് കൊടുക്കണം. ഞാൻ ഈ ക്യാമറ എടുക്കുന്നതുകൊണ്ട് ഇന്ന ക്യാമറയിൽ നിങ്ങൾ ആരും കാണുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവരെയും ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മളെ ചാലപ്പുറത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനും കൂടി കേട്ടോ. ഇതൊന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരല്ല, അതായത് ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ ചിമ്മുവിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ആ സാറ് അത്രയേ ഉള്ളൂ. പിന്നെ നെയ്ബേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. ബാക്കി ചാലപ്പുറത്തുള്ള ആൾക്കാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യല്ല. ചിമ്മുവിൻ്റെ പിറന്നാളാണ്, അപ്പം ഞങ്ങളെപ്പോഴാണ് വരേണ്ടത്, ഇതാണ് അവിടെ ചോദ്യം. മനസ്സിലായില്ലേ?
ഞാൻ വീണ്ടും ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു, നിറച്ചു. എല്ലാവരും ഇപ്പം മുറ്റത്ത് നിൽക്കുക കേട്ടോ. അവിടെയാണല്ലോ കേക്ക് കട്ട് ചെയ്യണേ. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ചിമ്മു എല്ലാ സ്ഥലത്തും പോയിട്ട് തലങ്ങും വിലങ്ങും ഓടി നടന്ന് കേക്ക് കൊടുക്കുന്നുണ്ട്. മനോജേട്ടൻ അതൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. മനോജേട്ടൻ കൺട്രോൾ ചെയ്താലേ ഉള്ളൂ, കുട്ടികളല്ലെങ്കിൽ അവിടെ നിന്ന് ഫുള്ള് വാരിപ്പോവും. മനോജേട്ടനെ പേടിച്ചിട്ട് എന്തായാലും ഒന്ന് വിട്ടേക്കും, മറ്റു കുട്ടികൾ കേക്ക് കണ്ടാൽ വെക്കുകയോ. അപ്പോൾ അതുകൊണ്ട് മനോജേട്ടൻ അവിടുന്ന് എല്ലാവർക്കും അത് കട്ട് ചെയ്ത് ചിമ്മു ട്രെയിലാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മാക്സിമം ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഒന്ന് എല്ലാവരും കാണണ്ടേ. അപ്പോൾ ഇത്രയും ഒരു അടിപൊളി ഫംഗ്ഷനായിരുന്നു ചിമ്മുവിൻ്റെ ബർത്ത്ഡേ. 2024 ഞങ്ങളുടെ ലാസ്റ്റ് ഫംഗ്ഷനായിരുന്നു ചാലപ്പുറത്തെ. പിന്നെ ന്യൂ ഇയർ ഒന്നും നമ്മൾ പിന്നെ അങ്ങനെ ഉണ്ടായില്ല. മീൻസ് ഇത് 30th കേട്ടോ, December 30th ഈ സെലിബ്രേഷൻ. ഇത് നമ്മളെ രോഹിണീൻ്റെ ചെറിയ ചെക്കനാണ്. അതിപ്പോൾ ഞങ്ങൾ ഏറ്റവും ചാലപ്പുറത്തെ ഏറ്റവും ചെറുതാണത്, ഏറ്റവും ചെറുത്. ഇനി ആരെങ്കിലും പെറ്റ് വരണം. അപ്പോൾ ഇത് ഫുഡൊക്കെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്ത ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു സ്റ്റ്യൂ ഉണ്ടായിരുന്നു, പിന്നെ സലാഡ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊന്നും ഓർമ്മയില്ല, കാരണം 2-3-4 സ്റ്റൈൽ നല്ല ബിരിയാണി. എനിക്ക് ബിരിയാണി പിന്നെ ഒരു ഫംഗ്ഷന് പോയിട്ട് അവിടെ ബിരിയാണി ഉണ്ടെങ്കിൽ വേറെ എന്ത് വിഭവം ഉണ്ടെങ്കിലും ഞാൻ ബിരിയാണി കഴിക്കുക. അതായത് നമ്മൾ ദം ബിരിയാണി കേട്ടോ, നമ്മളെ കോഴിക്കോട് ദം ബിരിയാണി, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ വീണ്ടും സെൽഫി. എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും തലങ്ങും വിലങ്ങും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പിന്നെ അതൊരു ഫുള്ള് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ മാതിരി എല്ലാവരും നല്ല ടേസ്റ്റിൽ ബിരിയാണി കഴിക്കുകയാണ്. നമ്മൾ അതായത് അച്ഛൻ്റെ മൂത്തേട്ടൻ, അച്ഛൻ്റെ രണ്ടാമത്തെ ഏട്ടൻ, അച്ഛൻ്റെ ഒരു സിസ്റ്റർ, ചെറിയോപ്പോളല്ല വലിയോപ്പോൾ, ഓപ്പോളൊക്കെ പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്. മഹേഷ് ഒരു വെജിറ്റേറിയനാണ്, രമേശ് ഏട്ടൻ വെജിറ്റേറിയനാണ്, പിന്നെ അങ്ങനെ അല്ല സഞ്ജു, അതായത് മഹീൻ്റെ 2 മക്കൾ സഞ്ജു, ദേവൂട്ടി വെജിറ്റേറിയൻസാണ്. അപ്പം നമുക്ക് വെജിറ്റേറിയൻ നമ്മളൊരു ഫംഗ്ഷൻ വയ്ക്കുമ്പം ചാലപ്പുറത്തുള്ള ഇത്രയും ആൾക്കാർ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. മീൻസ് വെജിറ്റേറിയൻ ഭക്ഷണം മോശമില്ലാതെ ആവണം. അപ്പം രാജുവേട്ടനൊക്കെ നല്ല ഫുഡ് നല്ല ടേസ്റ്റിൽ കഴിക്കുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കണം. ഞാൻ എല്ലാവരും ഒന്ന് റൗണ്ടിൽ വീഡിയോ എടുത്തു. പിന്നെ ബിരിയാണി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ ഞാൻ ഫോൺ എൻ്റെ ബാഗിൽ തിരികെ ഓടി വന്ന് ഞാനും ബിരിയാണി കഴിച്ചു. പിന്നെ എല്ലാം വിശ്രമിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെ കയ്യിൽ ഫോണായി, കുട്ടികളുടെ കയ്യിലൊക്കെ. കുറച്ച് നേരം നോക്കുള്ളൂ. പിന്നെ അവിടെ പേടിയാണ്, രേഷിനൊക്കെ നല്ല പേടിയാണ്. രേഷ് അവിടെ സ്ക്രീൻ ടൈമൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ടെൻഷനാണ്. കുട്ടികളൊക്കെ കുറച്ചൊന്ന് അടങ്ങും. രേഷിന് നല്ല പേടിയാണ്. രേഷു ഇതേമാതിരിയാണ്, നല്ല സ്ട്രിക്റ്റുമാണ്. പക്ഷേ കുട്ടികളെ കൂടെ നിൽക്കും, അവർക്ക് വേണ്ട ഫുഡ് അവരിങ്ങനെ കൊണ്ട് നടക്കും രേഷ്. അതുകൊണ്ട് രജീഷിനെയും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അവരും എല്ലാത്തിനും മതി. ഇപ്പോൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനും ട്രിപ്പ് അറേഞ്ച് ചെയ്യാനും ഒക്കെ മനോജേട്ടനും രജീഷുമാണ് ഞങ്ങൾ അവിടുത്തെ എല്ലാം. മീൻസ് ഒക്കെ എല്ലാ പ്ലാനിങ്ങും അവരാ ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികൾ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളി റിലാക്സ് ചെയ്തിട്ട് പിന്നെ അവിടെ ഡാൻസ്. അത് ഞങ്ങൾ ഏറ്റവും ഗിഫ്റ്റ് പൊളിക്കുന്ന പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡാൻസ് കളിക്കുക എന്നുള്ളത്, പാട്ട് പാടുക എന്നുള്ളത്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുക. അതാണ് നമ്മളെല്ലാവരും റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ കളിക്കുക. എല്ലാവരും ഡാൻസ് ചെയ്യും ചാലപ്പുറത്ത്. ഇപ്രാവശ്യം ഞങ്ങൾ കുട്ടികൾക്ക് ചിമ്മുവിന് ഫ്രണ്ട്സ് വന്നപ്പം അവരും ഞാൻ, രോഹിണി, ലക്ഷ്മിയൊക്കെ സൈഡിൽ നിന്ന് തുള്ളാൻ തുടങ്ങി. സിഞ്ചേച്ചി വന്ന് തുള്ളി, അത്രയേ ഉള്ളൂ. മറ്റെല്ലാവരും വരും ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ഭയങ്കര തകൃതിയിൽ ഡാൻസ് ചെയ്യാം. പിന്നെ ഇവർക്കുള്ളൊരു പ്രശ്നം എന്താ അറിയോ, ചിമ്മുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ അവർക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, റീല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാൻസ്. എല്ലാം ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ടാണ്. നമ്മൾ ചാലപ്പുറത്ത് അങ്ങനെയല്ല, എല്ലാവരും ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് തുള്ളുക ചെയ്യുക. നിന്നങ്ങോട്ട് തുള്ളുകയാണ്. ക്യാമറ വേണം അങ്ങനെയൊന്നുമില്ല ഇവർക്ക്. പിന്നെ റീലിടണം എന്നുള്ളൊരു ആഗ്രഹത്താലായിരിക്കാം. എല്ലാം ഭയങ്കര ഡാൻസാണ്. എല്ലാ കുട്ടികളും നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ എൻജോയ് ചെയ്തു. ചിമ്മുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും പോയി, ഫ്രണ്ട്സൊക്കെ പിരിഞ്ഞു പോയി, നെയ്ബർ പിരിഞ്ഞു പോയി, സാറ് പിരിഞ്ഞു പോയി. എല്ലാവരും പോയതിന് ശേഷം നമ്മൾ ഈ ഒരു കലാമേളയിലേക്ക് കടന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ഷോർട്ട് വീഡിയോ അല്ല, ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് പൊളിക്കൽ. അപ്പോൾ ഇതൊരു രസമാണ്. എനിക്ക് എന്തൊരു ഇഷ്ടം അറിയോ. ഇപ്പം ഇന്നലെ പ്രജിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. മാത്രയിലെ പ്രജിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ആ സമയത്ത് അവർക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ അതാ വന്നിച്ചു, ഇതൊക്കെ രാത്രി ഇവർക്ക് പൊളിക്കുമ്പം എന്ത് രസമായിരിക്കും എല്ലാവരും കൂടി ഇരുന്ന് പൊളിച്ചിട്ട് അത് ഓരോന്നും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ. എന്തായാലും നമുക്കൊരു ഇഷ്ടം വരില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടീനെ. അതൊക്കെ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഗിഫ്റ്റ് പൊളിച്ച് നോക്കാൻ. ആരെങ്കിലും ആണെങ്കിലും ഒന്ന് പൊളിച്ച് നോക്കാൻ എനിക്ക് ഭയങ്കര ഒരു ജിജ്ഞാസ വരും. അപ്പോൾ അങ്ങനെ എല്ലാം ഞങ്ങളിങ്ങനെ അടിപൊളിയിൽ തുറന്ന് എല്ലാവരും കൂടെ അതിന് കമൻറ്റൊക്കെ പറഞ്ഞ് എല്ലാവരും അതിനൊരു സന്തോഷമാണ് കേട്ടോ അവിടെ. അതൊക്കെ ഒരു രസമാണ്, ഓരോ കാരണങ്ങളാണ്. അതൊക്കെയാണ് ഞങ്ങൾ ആസ്വദിക്കുകയാണതൊക്കെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ഫുഡാണെങ്കിലും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഞാൻ ചാലപ്പുറത്തുള്ളവർക്ക് അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആരൊക്കെയോ ചോദിച്ചു എന്തുകൊണ്ട് രാജേഷിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കാണിക്കുന്നില്ല എന്ന്. അതായത് ഇതിപ്പോൾ ചാലപ്പുറത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അടുപ്പ് കൂട്ടി വേണം, അടുത്തടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് സെലിബ്രേഷൻ. മറ്റത് കൊല്ലത്തിലൊരു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുള്ളൂ. ഇവരുടെ ആൾക്കാരൊക്കെ ദൂരെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കല്യാണത്തിന് ആകുമ്പോൾ ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കുമ്പോൾ എനിക്കൊരു മോശം.
അത്ര അങ്ങോട്ടൊരു അടുപ്പം മീൻസ് കണക്ഷൻ അങ്ങനെ അങ്ങോട്ട് ആയിട്ടില്ല. അതായത് വർത്താനമൊക്കെ ഞാൻ നല്ലോണം പറയെങ്കിലും ക്യാമറയ്ക്ക് ആയിട്ട് കണ്ട് നടക്കുമ്പോൾ എനിക്ക് ഒരു മടി വരും, ഒരു നാണം വരും. ഇവിടെ എനിക്ക് നാണമില്ല, അതാണ് വ്യത്യാസം. അമ്മേൻ്റെ വീടാണെങ്കിലും കേട്ടോ, അമ്മേൻ്റെ വീട്ടിലത്തെ ആൾക്കാർ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഇതേപോലെ നിറച്ചും ആൾക്കാരുള്ള ഒരു വലിയ തറവാടാണ് അമ്മേൻ്റെ വീട്. ഞങ്ങൾക്കൊരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 160 എബോവ് 160 170 ആൾക്കാരുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് പന്തിരങ്കാവിൽ. അത് ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉള്ളപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയുണ്ട് ഞങ്ങൾക്ക്. അതിന് ഭയങ്കര അഹങ്കാരിയാണ്, അനുഗ്രഹീതയാണ് ഇന്ന് വരെ. ഒരുപാട് ആൾക്കാർ അംഗങ്ങളുള്ളൊരു കുടുംബത്തിൽ, അത് അച്ഛൻ്റെ വീടാണെങ്കിലും അമ്മേൻ്റെ വീടാണെങ്കിലും അതുണ്ട്. അതെനിക്കൊരു വലിയൊരു ഇഷ്ടവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ ഇന്ന് വരെ. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ദൈവത്തിൻ്റെ കയ്യിലല്ലേ, അതെന്തോ അങ്ങനെ ആവട്ടെ. എന്തായാലും ഞങ്ങൾ ഗിഫ്റ്റ് പൊളിച്ചു വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടി. എല്ലാം ഗിഫ്റ്റ്, നല്ല നല്ല ഡ്രസ്സ്. ഞാൻ ചിമ്മുനോട് പറഞ്ഞു, ചിമ്മു ഒന്നെങ്കിൽ ഈ തടിക്കുക അല്ലെങ്കിൽ ഞാൻ മെലിയണം, ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് ഡ്രസ്സ് ഇടണ്ടേ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ മാറി എല്ലാം ഇടും കേട്ടോ. ഡ്രസ്സ് അങ്ങോട്ടൊക്കെ എന്താ പറയുക, നമ്മൾ ഷെയർ ചെയ്തിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിമ്മുനൊക്കെ നല്ല കുറച്ച് തടി ഞങ്ങൾ എന്നിട്ട് മാളൂര് പറയും, മാളു കുറച്ച് തടി ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ നല്ലോണം മെലിഞ്ഞു. മാളൂൻ്റെ അതിലൊക്കെ നല്ല നല്ല ഡ്രസ്സാണ്. അപ്പോൾ മാളൂനോട് പറയും. പിന്നെ അപ്പു, രജീഷ്, അബി, ഇങ്ങനെ അവരാണ് ഞങ്ങളെ ഒരു ചാലപ്പുറം ടീമിനെ കൊണ്ടാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കിയിട്ട് എന്നെയും കുട്ടികളെയും അപ്പു ഇവിടെ പന്നിയങ്കരി ഇറക്കി തന്നു. രാത്രി 12 മണിയോ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ ചിമ്മു കുട്ടീൻ്റെ 16ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതായിരിക്കും. അപ്പം ബൈ.